ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചീര തോരൻ വെക്കാൻ പോവാട്ടോ. ചീരയൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വേലിച്ചീരയുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്, ചീരച്ചേമ്പിൻ്റെ ഇലയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയതായിരുന്നു, അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിരുന്നതാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാട്ടോ ഞാൻ തോരൻ വയ്ക്കാൻ പോകുന്നത്. ഓരോന്നും തന്നെ സെപ്പറേറ്റ് തോരൻ വയ്ക്കാം, പിന്നെ ഞാനിതെല്ലാം കൂടെ അങ്ങ് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വയ്ക്കുന്നത്. ഞാൻ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തോരൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ, ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ, പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുക്കും കേട്ടോ. ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ എന്നിട്ടാണ് ഞാനിങ്ങനെ വയ്ക്കാറ്. അല്ല വെറുതെ ചിരണ്ടി ഇടാറില്ല കേട്ടോ. അങ്ങനെ ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ മുളകൊക്കെ കടിക്കും. അതുകൊണ്ട് ഞാനൊന്ന് ഒതുക്കി എടുക്കും കേട്ടോ ചെയ്യുന്നത് എപ്പോഴും. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ്റെ അടുക്കലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ച് ചീരയിൽ ഇട്ടു അരപ്പ് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് വേഗം കേട്ടോ. ചീരയിലേക്ക് വലിയ വേഗമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, ചോട്ടി പിടിക്കാതെ. നമ്മുടെ ചീരത്തോരനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ചീരത്തോരൻ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വച്ച് നോക്കണം കേട്ടോ. വേറെ ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങനെ വച്ച് കഴിക്കണം കേട്ടോ ഡോക്ടർമാർ വരെയും പറയാറ്. നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക.